Hello guys, welcome back to my channel. I am Juku Chan and ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ബെൽ ജാർ എന്ന സിൽവിയ പ്ലാത്തിന്റെ ഒരു ഫേമസ് വർക്കിനെ പറ്റിയും സിൽവിയ പ്ലാത്തിന്റെ ജീവിതത്തിലെ വിശേഷതകളെ പറ്റിയും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടും. സിൽവിയ പ്ലാത്തിനെ പറ്റി പറയുന്ന മുൻപ് ലെറ്റ് മീ ജസ്റ്റ് ക്വിക്ക്ലി റിസൈറ്റ് എ ഷോർട്ട് പോയം ഫോർ യു ഗൈസ്. അവരുടെ ഒരു പോയം ആണിത്, എ ബെറ്റർ റിസറക്ഷൻ. സോ ലെറ്റ് മീ ജസ്റ്റ് ക്വിക്ക്ലി റിസൈറ്റ് ഇറ്റ് ഫോർ യു ഗൈസ്. So the poem goes on like this. I have no wit, I have no words, no tears. My heart within me like a stone is numbed too much for hopes or fears. Look right, look left, I dwell alone. I lift mine eyes but dimmed with grief. No everlasting hills I see. My life is like the falling leaf. Oh Jesus, quicken me. അപ്പോൾ ഈ പോയമിൽ നിന്ന് നമുക്ക് ചെറുതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് സിൽവിയ പ്ലാത്ത് വാസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മെന്റൽ ഡിപ്രഷൻ ആൻഡ് ഷീ വാണ്ടഡ് എ ക്വിക്ക് ഡെത്ത് ഫ്രം ഹെർ ലൈഫ്. സിൽവിയ പ്ലാത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഒരു അമേരിക്കൻ പോയറ്റ്, നോവലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിരുന്നു എന്നും കൂടി പറയാം. 1932 ആയിരുന്നു സിൽവിയ പ്ലാത്ത് അല്ലെങ്കിൽ വിക്ടോറിയ ലൂക്കസ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന അമേരിക്കൻ റൈറ്ററുടെ ജനനം. സോ സിൽവിയ പ്ലാത്ത് പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്, ടെഡ് ഹ്യൂസ്. എന്നിരുന്നാലും അവർ രണ്ടുപേരും തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് കുറെ വർഷങ്ങളായിരുന്നു. മരണത്തിന് മുൻപേ തന്നെ അവർ സെപ്പറേറ്റ് ആയിരുന്നു. സിൽവിയ പ്ലാത്തിന്റെ മരണം എങ്ങനെയായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ കാർബൺ മോണോക്സൈഡ് പോയ്സണിംഗ് കൊണ്ട് സ്വയമേ കൊലപ്പെടുത്തിയ ഒരു വ്യക്തിയും കൂടിയായിരുന്നു സിൽവിയ പ്ലാത്ത്. ഷീ വെന്റ് ത്രൂ എ ലോട്ട് ഓഫ് സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് ഡ്യൂറിംഗ് ഹെർ ലൈഫ് ടൈം. ഷീ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ക്ലിനിക്കൽ ഡിപ്രഷൻ ആസ് വെൽ. സോ മരണത്തെ ഭയപ്പെടുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും. ബട്ട് മരണത്തെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു സിൽവിയ പ്ലാത്ത് എന്ന റൈറ്റർ. ഇനി നമ്മൾക്ക് ദ ബെൽ ജാർ എന്ന സിൽവിയ പ്ലാത്തിന്റെ വളരെ ഫേമസ് ആയ ബുക്കിനെ പറ്റി സംസാരിക്കാം. സോ ദ ബെൽ ജാർ എന്ന ബുക്ക് ശരിക്കും നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി എ സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ. കംപ്ലീറ്റ്ലി ഒരു ആത്മകഥ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം കുറെ ഈവൻസ്, കുറെ ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിരുന്നു സിൽവിയ പ്ലാത്ത് ഈ ബുക്ക് എഴുതിയപ്പോഴത്തേക്കും. കംപ്ലീറ്റ്ലി ഹെർ ലൈഫ് സ്റ്റോറി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ബട്ട് സ്റ്റിൽ ദർ ആർ കപ്പിൾ ഓഫ് സിമിലർ ഈവൻസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ഹെർ ഓൺ ലൈഫ് ടൈം. അതുകൊണ്ടാണ് ഇതിനെ സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഒരു ആത്മകഥയല്ല, എന്നാൽ കൂടിയും ഒരു സെമി ആത്മകഥ എന്ന് പറയാൻ പറ്റുന്ന ഒരു നോവലാണ് ദ ബെൽ ജാർ. അപ്പൊ ഈ ബെൽ ജാർ എന്ന ഈ ടൈറ്റിൽ എന്തുകൊണ്ടാണ് ഈ ബുക്കിന് കൊടുത്തിരിക്കുന്നത് എന്ന് കൂടി നമുക്ക് ഈ വീഡിയോയുടെ അവസാനം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ദ ബെൽ ജാർ എന്ന ഈ നോവലിന്റെ മെയിൻ ക്യാരക്ടർ, ദ സ്റ്റോറി റിവോൾവ്സ് അറൌണ്ട് ദ മെയിൻ ക്യാരക്ടർ, നായിക എസ്തർ ഗ്രീൻവേർഡ് എന്ന ഒരു സ്റ്റുഡന്റ്, ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഈ ബുക്കിൽ അടങ്ങിയിരിക്കുന്നത്. സോ എസ്തർ ഗ്രീൻവേർഡ് ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ആൾക്കൊരു പോയറ്റ് ആവണം എന്നായിരുന്നു ആഗ്രഹം. ആ പെൺകുട്ടി വന്നിരുന്നത് മാസച്യൂസെറ്റ്സ് എന്ന ഒരു സ്ഥലത്തിൽ നിന്നാണ്. സെയിം ലൈക്ക് സിൽവിയ പ്ലാത്ത്. യു സീ ദ സിമിലാരിറ്റി ഹിയർ, റൈറ്റ്? Sylvia Plath also wanted to be a poet and she was also coming from Massachusetts. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് ഈ എസ്തർ ഗ്രീൻവേർഡ് എന്ന ഈ ഒരു പെൺകുട്ടി ന്യൂയോർക്കിലോട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു സീനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ന്യൂയോർക്കിൽ പോകുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂയോർക്കിൽ JC എന്ന ഒരു സ്ത്രീയുടെ കീഴിൽ ഒരു ഇന്റേൺ അല്ലെങ്കിൽ ഗസ്റ്റ് എഡിറ്റർ പോലെയാണ് ഈ പെൺകുട്ടി ഇന്റേൺഷിപ്പിന് പോകുന്നത്. ഈ പെൺകുട്ടി കൂടാതെ വേറെ 11 പെൺകുട്ടികളും JCക്ക് കീഴെ ജോലി ചെയ്യുന്നുണ്ടായി, ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടായി. ഈ എല്ലാ പെൺകുട്ടികൾ ഇൻക്ലൂഡിംഗ് ദിസ് എസ്തർ ഗ്രീൻവുഡ് ലിവ്ഡ് ഇൻ എ ഗേൾസ് ഹോസ്റ്റൽ, വിമൻസ് ഹോസ്റ്റലിലാണ് ഈ എല്ലാ പെൺകുട്ടികളും താമസിച്ചിരുന്നത്. ഈ ഹോസ്റ്റലിൽ സ്പോൺസർ ചെയ്തിരുന്ന വ്യക്തികൾ നല്ലൊരു ഫുഡും നല്ല ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉള്ള ഒരു എൻവയോൺമെന്റ് ആണ് ഈ വിമൻസ് ഹോസ്റ്റലിൽ ക്രിയേറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റ്സ് വരെ പ്രസന്റ് ചെയ്യാറുണ്ടായിരുന്നു ഈ സ്പോൺസേഴ്സ്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ചാൽ, ഏതോ ഒരു ഫാൻസി ഡിന്നർ കഴിഞ്ഞിട്ട് കുറെ പെൺകുട്ടികൾക്ക് ഫുഡ് പോയ്സൺ അടിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ കഥയിൽ കാണാൻ കഴിയുന്നത്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് എസ്തർ ഗ്രീൻവേർഡ് സ്വന്തം വെർജിനിറ്റി ലൂസ് ചെയ്യുന്ന ഓരോ അറ്റംപ്റ്റ്സ് ആണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. ഇതിൽ ഒരു UN ഇന്റർപ്രറ്ററുമായിട്ട് എസ്തർ ഗ്രീൻവേർഡിന് ഒരു അടുപ്പം തോന്നുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു.
ഈ UN ഇന്റർപ്രറ്ററിനോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും എസ്തർ ഗ്രീൻവേർഡിന്റെ വെർജിനിറ്റി ലൂസിംഗ് അറ്റംപ്റ്റിൽ ഒരു സ്റ്റെപ്പ് ആയിരുന്നെങ്കിൽ കൂടിയും ഈ UN ഇന്റർപ്രറ്ററിന് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എസ്തർ ഗ്രീൻവേർഡിനോട്. അതും കഴിഞ്ഞ് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എസ്തർ ഗ്രീൻവേർഡ് അവരുടെ എബിലിറ്റീസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ഡൗട്ട് ചെയ്യുന്നു. കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യും, ഒരു പോയറ്റ് എന്ന രീതിയിൽ കോളേജ് കഴിഞ്ഞാൽ എങ്ങനെ കരിയർ ബിൽഡ് ചെയ്യും എന്നൊരു വറിയിലൊക്കെ ആയിരിക്കും എസ്തർ ഗ്രീൻവേർഡ്. സോ ഒബ്വിയസ്ലി ഹെർ അംബിഷൻ ആൻഡ് ഹെർ അറ്റംപ്റ്റ് ഓഫ് ലൂസിംഗ് വെർജിനിറ്റി ബോത്ത് ഗോ ഇൻ ഹാൻഡ് ബൈ ഹാൻഡ്, സൈഡ് ബൈ സൈഡ് പോകുന്നുണ്ടായിരുന്നു ആളുടെ വറീസ്. പിന്നീട് എന്താ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ന്യൂയോർക്ക് സിറ്റിയിൽ കയറുന്ന ഒരു പെൺകുട്ടിയിൽ കാണാൻ കഴിയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ബ്ലൈൻഡ് ഡേറ്റ്സിൽ പോകുക. ബ്ലൈൻഡ് ഡേറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ തികച്ചും പരിചയമില്ലാതെ നേരിട്ട് മുൻപ് ഒന്നും കാണാത്ത ഒരു വ്യക്തിയോട് കൂടി ഡേറ്റിന് പോകുന്നതാണ് ഈ ബ്ലൈൻഡ് ഡേറ്റിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. സോ മോസ്റ്റ് ഓഫ് us know about blind dates, but at that time it was pretty new. ഓക്കെ, എസ്തർ ഗ്രീൻവേർഡ് ഒരു ബ്ലൈൻഡ് ഡേറ്റിൽ പോകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാർക്കോ എന്ന ഒരു ക്യാരക്ടർ കഥാപാത്രത്തിന്റെ കൂടെയാണ് ആള് ബ്ലൈൻഡ് ഡേറ്റിൽ പോകുന്നതും വിത്ത് ആൻ ഇന്റൻഷൻ ഓഫ് ലൂസിംഗ് ഹെർ വെർജിനിറ്റി. ബട്ട് this blind date turns into a disastrous date. So there's a reason for me calling it a disastrous date, because she actually wanted to get to know the person first, then lose her virginity. But Marco എന്നൊരു വ്യക്തി റേപ്പ് അറ്റംപ്റ്റ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ കഥയിലൂടെ. സോ ലേറ്റർ ഷീ ക്വസ്റ്റ്യൻസ് ഹെർസെൽഫ്, ലൈക്ക് ആൾക്കൊരു കൺവെൻഷണൽ ഡൊമസ്റ്റിക് ലൈഫാണോ വേണ്ടത്, കല്യാണം കഴിഞ്ഞ് പിള്ളേരുണ്ടാവുന്നു, അങ്ങനത്തെ ഒരു ഡൊമസ്റ്റിക് വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു കൺവെൻഷണൽ ലൈഫ് സ്റ്റൈലാണോ ആൾക്ക് വേണ്ടത്, അതാണോ അതോ വേറെ അംബീഷൻസ്, ഈ പെണ്ണിന്റെ അംബീഷൻസിനെ ഫോളോ ചെയ്തിട്ട് അംബീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അറ്റംപ്റ്റ്സ് ചെയ്യുന്ന ഒരു ജീവിതമാണോ ആൾക്ക് നയിക്കാൻ താല്പര്യം എന്ന ആളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സീനാണ് നമുക്ക് ഈ കഥയിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിൽവിയ പ്ലാത്തിന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, കോളേജിൽ പരിചയപ്പെട്ട ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഹിസ് നെയിം വാസ് ബഡി വില്യാർഡ്. സോ ആൾക്ക് ട്യൂബർകുലോസിസ് ബാധിച്ചിട്ടുണ്ടായിരുന്നു. സോ ഹി വാസ് അണ്ടർ ഗോയിങ് എ ട്രീറ്റ്മെന്റ്. അപ്പൊ ആൾക്കൊരു ആഗ്രഹം, ആള് പ്രോമിസും ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു, ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ട്യൂബർകുലോസിസ് ക്യൂർ ആയി കഴിയുകയാണെങ്കിൽ ബഡി വില്യാർഡിന് എസ്തർ ഗ്രീൻവേർഡിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നു. ബഡി വില്യാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ എസ്തർ ഗ്രീൻവേർഡ് മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ബഡി വില്യാർഡ് പുറമേന്ന് കാണാൻ ഐഡിയൽ മാൻ ആയിരുന്നു, കാണാൻ അത്യധികം സുന്ദരൻ, ഹാൻസം, ഇന്റലിജന്റ്, ജെന്റിൽ, കൈൻഡ്, ഇങ്ങനത്തെ വിശേഷതകളുള്ള ഒരു വ്യക്തിയായിട്ടാണ് പുറമേന്ന് കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നത് ആസ് ആൻ ഐഡിയൽ മാൻ. ബട്ട് എസ്തർ ഗ്രീൻവേർഡ് പറയുന്നു അങ്ങനെയൊന്നുമല്ല സത്യാവസ്ഥ, ഉള്ളിൽ വേറെ എന്തോ ആണ്, പിറകെ ആളുടെ സ്വഭാവം വേറെ എന്തോ ആണ്. ബിക്കോസ് എസ്തർ ഗ്രീൻവേർഡിന് ഒബ്വിയസ്ലി ഒരു പോയറ്റ് ആവണമായിരുന്നു ആഗ്രഹം. ബട്ട് ദിസ് ബഡി വില്യാർഡ് നെവർ സപ്പോർട്ടഡ് ഹർ, ഹി വാസ് നോട്ട് എ സപ്പോർട്ടീവ് പാർട്ട്ണർ എന്നാണ് എസ്തർ ഗ്രീൻവേർഡ് ചിന്തിച്ചിരുന്നത്. അത് മാത്രമില്ലാണ്ട് ബഡി വില്യാർഡ് കൺഫസ് ചെയ്തായിരുന്നു, പറഞ്ഞായിരുന്നു എസ്തർ ഗ്രീൻവേർഡിനോട് അദ്ദേഹം എസ്തർ ഗ്രീൻവേർഡിന്റെ കൂടെ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ തന്നെ ഏതോ ഒരു വെയിട്രസുമായിട്ട് ഒരു രാത്രി കഴിഞ്ഞു കൂടിയായിരുന്നു. ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ് എന്ന് പറയാം, വെയിട്രസുമായിട്ട് വൺ നൈറ്റ് സ്റ്റാൻഡ് ചെയ്തിരുന്നു ബഡി വില്യാർഡ് എന്ന് ബഡി വില്യാർഡ് തന്നെ എസ്തർ ഗ്രീൻവേർഡിനോട് കൺഫസ് പറഞ്ഞായിരുന്നു, തുറന്നു പറഞ്ഞായിരുന്നു. എന്നാൽ കൂടിയും എസ്തർ ഗ്രീൻവേർഡ് മനസ്സിൽ വിചാരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഹി ഈസ് നോട്ട് എ റൈറ്റ് പേഴ്സൺ ടു മാരി. സോ ബേസിക്കലി എസ്തർ ഗ്രീൻവേർഡിന് ഇദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ ഒരു താല്പര്യവും ഇല്ലായിരുന്നു, ബിക്കോസ് ഷീ തോട്ട് ദാറ്റ് ദിസ് ഗായ് വാസ് നോട്ട് ആൻ ഓണസ്റ്റ് മാൻ. എസ്തർ ഗ്രീൻവേർഡ് പറയുമായിരുന്നു ബഡി വില്യാർഡ് ഒരു ഹിപ്പോക്രിറ്റിക്കൽ മാൻ ആയിരുന്നു, ഹിപ്പോക്രിറ്റ് ആയിരുന്നു, കംപ്ലീറ്റ്ലി ക്ലിയർ അല്ല, ആള് ഓണസ്റ്റ് അല്ല. സോ ഹി വാസ് എ ഹിപ്പോക്രിറ്റ് എന്നാണ് എസ്തർ ഗ്രീൻവേർഡ് ബഡി വില്യാർഡിനെ വിശേഷിപ്പിച്ചിരുന്നത്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് എസ്തർ ഗ്രീൻവേർഡ് ഇങ്ങനെ ബോസ്റ്റൺ സബർബ്സ് വീട്ടിൽ തിരിച്ചു പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ആള് റൈറ്റിംഗ് ക്ലാസ്സിന് അപ്ലൈ ചെയ്തപ്പോൾ ഷീ ഗോട്ട് റിജക്റ്റഡ്. ഷീ വാസന്റ് സെലക്ടഡ് ഫോർ ദ റൈറ്റിംഗ് ക്ലാസ്. അത് കാരണം ഇച്ചിരി ഡിപ്രസ്ഡ് ആയിരുന്നെങ്കിൽ കൂടിയും എസ്തർ ഗ്രീൻവേർഡ് തീരുമാനിച്ചു വീട്ടിൽ അമ്മയുടെ കൂടെ സമയം ചെലവഴിക്കാം എന്ന് എസ്തർ ഗ്രീൻവേർഡ് തീരുമാനിച്ചായിരുന്നു. പിന്നെ ആള് കുറെ വേഗ് പ്ലാൻസ് ഉണ്ടാക്കാൻ തുടങ്ങി, എനിക്കൊരു നോവൽ എഴുതണം, എന്നാൽ അതിനുവേണ്ടി ഷോർട്ട് ഹാൻഡ് ക്ലാസ്സസിലും ആള് പോയിരുന്നു, പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ടായി. നോവലിസ്റ്റ് ആവാനും ഒരു നോവൽ എഴുതി പബ്ലിഷ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസും എസ്തർ ഗ്രീൻവേർഡ് ചെയ്യാൻ തുടങ്ങി.
പിന്നെ എസ്തർ ഗ്രീൻവുഡ് മനസ്സിൽ ചിന്തിക്കുമായിരുന്നു ആളുടെ ജീവിതത്തിലെ ഡിസിഷൻസ്, ഓരോ തീരുമാനങ്ങൾ ന്യൂയോർക്കിൽ പോയി അൺറിയലിസ്റ്റിക് എക്സ്പീരിയൻസസ് ചെയ്തത് ഒരുപാട് ആളുടെ ലൈഫ് ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു, ബാധിച്ചിരുന്നു എന്ന് എസ്തർ ഗ്രീൻവുഡിന് മനസ്സിലാക്കാൻ കഴിഞ്ഞായിരുന്നു. പിന്നീട് എസ്തർ ഗ്രീൻവുഡ് പയ്യെ ഡിപ്രസീവ് സ്റ്റേറ്റിലോട്ട് പോകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല, എഴുതാനും കഴിയുന്നില്ല, അതേ കൂടെ കുളിക്കാൻ കൂടിയും കഴിയാത്ത ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലോട്ട് എസ്തർ ഗ്രീൻവുഡ് പയ്യെ പോകാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് എസ്തർ ഗ്രീൻവുഡിന്റെ അമ്മ ആളെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോയി. സൈക്യാട്രിസ്റ്റ് വാസ് ഡോക്ടർ ഗോർഡൻ എന്ന ഒരു സൈക്യാട്രിസ്റ്റിനെ കൊണ്ട് കാണിച്ചു മകളെ. അദ്ദേഹം ഇതെല്ലാം കണ്ടിട്ട് ഒരു പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു ഇലക്ട്രിക് ഷോക്ക് തെറപ്പി അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് ട്രീറ്റ്മെന്റ് ചെയ്തു എസ്തർ ഗ്രീൻവുഡിന്. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് എസ്തർ ഗ്രീൻവുഡിന് തോന്നി ആൾ ഈ ഇലക്ട്രിക് ഷോക്ക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ തെറപ്പി കഴിഞ്ഞപ്പോൾ ആളുടെ സിറ്റുവേഷൻ ബെറ്റർ അല്ല, വേഴ്സൺ ആവാൻ തുടങ്ങി. കുറെ കൂടി സിറ്റുവേഷൻ അൺസ്റ്റേബിൾ ആവാൻ തുടങ്ങി എന്ന് എസ്തർ ഗ്രീൻവുഡിന് തോന്നി, മനസ്സിൽ ഫീലായി. ബിക്കോസ് വാട്ട് എവർ ഷീ ഫെൽറ്റ് വാസ് ബിക്കമിങ് വേഴ്സ് ആഫ്റ്റർ ദ ഇലക്ട്രിക് ഷോക്ക് തെറപ്പി. ഈ ഇലക്ട്രിക് ഷോക്ക് തെറപ്പി കഴിഞ്ഞതോടുകൂടി എസ്തർ ഗ്രീൻവുഡിന് ഒരുപാട് ആത്മഹത്യ ശ്രമങ്ങൾ ചെയ്യാൻ തോന്നി, ആത്മഹത്യ പ്രവണത തോന്നി, സൂയിസൈഡൽ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആൾക്ക് ഡെവലപ്പ് ആകാൻ തുടങ്ങി. ഷീ ട്രൈ ടു സെൽഫ് ഹാം, സ്വയമേ മുറിവേൽപ്പിക്കാൻ തുടങ്ങി. അതേ സമയത്ത് തൂങ്ങി മരിക്കാൻ ശ്രമിക്കുമ്പോൾ വീട്ടിൽ അങ്ങനത്തെ ഒരു സ്പേസ് കണ്ടില്ല. സോ ഷീ വാസ് കോൺസ്റ്റന്റ്ലി തിങ്കിങ് അബൌട്ട് സൂയിസൈഡ് ആൻഡ് നത്തിങ് എൽസ്. തല കൂട്ടുകാരുടെ കൂടെ ബീച്ചിൽ പോയപ്പോൾ ആള് കടലിൽ ചാടി മരിക്കാൻ വരെ ശ്രമിച്ചിരുന്നു. ഇരുന്നെങ്കിൽ കൂടിയും ആള് സക്സസ്ഫുൾ ആയിരുന്നില്ല. ഷീ വാസ് ഫ്ലോട്ടിംഗ് ഓൺ ദ സീ ആൻഡ് ഷീ വാസ് നോട്ട് ഡ്രൗണിങ്. മുങ്ങി താഴാതെ മകളിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ ഷീ വാസ് തിങ്കിങ് ദാറ്റ് അൺഇൻറ്റൻഷനലി ഐ ആം സേവിങ് മൈസെൽഫ്. ആളുടെ ജീവിതം തന്നെ രക്ഷിക്കുകയായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ ആളെ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് മനസ്സിൽ ഫീൽ ചെയ്തു. പിന്നീട് എന്താ അവർ ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് സ്ലീപ്പിംഗ് പിൽസ്, ഉറക്ക ഗുളികകൾ ലാർജ് അമൗണ്ട്സിൽ ഓവർഡോസ് ചെയ്തായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന നെക്സ്റ്റ് സീൻ എന്ന് പറയുന്നത് ഷീ ഈസ് വേക്കിംഗ് അപ്പ് ഇൻ എ ഹോസ്പിറ്റൽ ബെഡ്. അപ്പോഴത്തേക്കും ആൾക്ക് മനസ്സിലായി ആളുടെ സൂയിസൈഡ് അറ്റംപ്റ്റ് സക്സസ്ഫുൾ അല്ല, ഫെയിലിയർ ആയിരുന്നു എന്ന് ആൾക്ക് മനസ്സിലായി. പയ്യെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പെർമനന്റ് ഇഞ്ചുറീസ് ഒന്നും ഇല്ലാണ്ട് പയ്യെ ഹീലാവാൻ തുടങ്ങിയിരുന്നെങ്കിൽ പോലും ആൾ സിറ്റി ഹോസ്പിറ്റലിലെ സൈക്കോളജിക്കൽ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ബട്ട് ഷിഫ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കൂടിയും എസ്തർ ഗ്രീൻവുഡ് അങ്ങനെ അത്ര സഹകരിക്കുന്നില്ല. ഷീ വാസ് നോട്ട് കോപ്പറേറ്റിംഗ് വിത്ത് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഷീ വാസ് നോട്ട് ടേക്കിംഗ് ഹെർ മെഡിസിൻസ്. മരുന്ന് കഴിക്കുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല. എപ്പോഴും ചിന്ത ആത്മഹത്യ ചെയ്യണം, മരിക്കണം, ഐ വോണ്ട് ടു എൻഡ് മൈ ലൈഫ്. ദീസ് വെർ ദ കോൺസ്റ്റന്റ് തോട്ട്സ് ദാറ്റ് വാസ് റിവോൾവിംഗ് അറൌണ്ട് ഹെർ ഹെഡ്. പിന്നീട് ഇവളുടെ അവസ്ഥ കണ്ടിട്ട് ഇവളുടെ ഒരു സ്പോൺസർ ഉണ്ട്, നെയിം ഇസ് ഫിലോമെന ഗിനിയ. അപ്പൊ ആൾക്ക് തോന്നി ഈ ഒരു പെൺകുട്ടീനെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെക്കുവാണെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ ആൾക്ക് ബെറ്റർ എൻവയോൺമെന്റ് കിട്ടും. അത് മാത്രമല്ലാണ്ട് ആ ബെറ്റർ എൻവയോൺമെന്റ് കാണുമ്പോഴത്തേക്കും എസ്തർ ഗ്രീൻവുഡിന് സഹകരിക്കാൻ മനസ്സിൽ തോന്നും എന്ന് ഫിലോമെന ഗിനിയ എന്ന ഉള്ള ഒരു സ്പോൺസർക്ക് തോന്നി. അങ്ങനെ ട്രാൻസ്ഫറും ചെയ്തു ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അവിടെ ബെറ്റർ എൻവയോൺമെന്റ് ആയിരുന്നു. പുതിയൊരു സൈക്യാട്രിസ്റ്റിനെ കണ്ടുമുട്ടി എസ്തർ ഗ്രീൻവുഡ്. കുറെ സ്നേഹവും വിശ്വാസവും വരാൻ തുടങ്ങി. ആ ഒരു ഡോക്ടറിന്റെ പേര് നോളൻ എന്നൊരു സൈക്യാട്രിസ്റ്റ് ആയിരുന്നു. ആ സ്ത്രീയോട് ഒരുപാട് വിശ്വാസവും സ്നേഹവും ഈ എസ്തർ ഗ്രീൻവുഡിന് തോന്നി. പിന്നീട് ആള് ഇഞ്ചക്ഷൻ വെക്കുകയും സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. ബിക്കോസ് ഷീ ട്രസ്റ്റഡ് ദാറ്റ് വുമൻ. ഡോക്ടർ നോളൻ എന്ന സൈക്യാട്രിസ്റ്റിനെ വിശ്വസിക്കാനും സ്നേഹിക്കാനും എസ്തർ ഗ്രീൻവുഡ് തുടങ്ങി. പിന്നീട് അവിടെ ഒരു ഇലക്ട്രിക് ഷോക്ക് ട്രീറ്റ്മെന്റ് തെറപ്പി ചെയ്തിരുന്നെങ്കിൽ കൂടി അതൊരു പ്രോപ്പർ അഡ്മിനിസ്ട്രേറ്റഡ് തെറപ്പി ആയിരുന്നു. കറക്റ്റ് വേയിൽ പ്രോപ്പർലി അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത ഒരു ഇലക്ട്രിക് ഷോക്ക് തെറപ്പി ആയിരുന്നത് കൊണ്ട് ആൾ കുറച്ച് സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങി. അത് മാത്രമില്ലാണ്ട് അവിടെ ഒരു ഫെല്ലോ പേഷ്യന്റിനെ കണ്ടു. ആളുടെ പേര് ജോ ആൻ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ആയിരുന്നു. ആ പെൺകുട്ടിയുടെ ജീവിതമായിട്ട് എസ്തർ ഗ്രീൻവുഡ് ഒരുപാട് സാമ്യത കണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു സൗഹൃദം പുലർത്തുന്നതായി നമുക്ക് ഈ കഥയിൽ കാണാൻ കഴിയുന്നുണ്ട്.
ഈ ജോആൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നു, ഡിപ്രസീവ് സ്റ്റേറ്റിലോട്ട് പോയിരുന്ന ഒരു പെണ്ണും കൂടി ആയിരുന്നു. അതൊക്കെ കാരണം സിമിലാരിറ്റീസ് ഉള്ളത് കൊണ്ട് ദേ വെർ ഏബിൾ ടു റെസനേറ്റ് ആൻഡ് റിലേറ്റ് ടു ഈച്ച് അതർ. അതുകൊണ്ട് അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് നല്ല തിക്കായി. പക്ഷെ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താന്ന് വെച്ചാൽ ജോആൻ സെക്ഷുവൽ അഡ്വാൻസസ് ചെയ്യാൻ തുടങ്ങി എസ്തർ ഗ്രീൻവുഡുമായിട്ട്. സോ ലേറ്റർ ഷീ സ്റ്റെപ്ഡ് ബാക്ക്. എസ്തർ ഗ്രീൻവുഡിന് വീണ്ടും ഒരു ബിട്രയൽ മാതിരി തോന്നി, ബാക്കിലോട്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ ഇവളുടെ സിറ്റുവേഷൻ കുറെ ബെറ്റർ ആയി, ട്രാൻസ്ഫർ ആയി. വീട്ടിൽ പോയപ്പോഴത്തേക്കും പെർമിഷൻ കിട്ടി, വീട്ടിൽ പോകാനുള്ള ഒരു പെർമിഷൻ കിട്ടി ഡോക്ടേഴ്സ്. ഷീ ഗോട്ട് ബെറ്റർ. അപ്പൊ വീട്ടിലേക്ക് പോയപ്പോഴത്തേക്കും ഇവള് വീണ്ടും വെർജിനിറ്റി ലൂസ് ചെയ്യാനുള്ള അറ്റംപ്റ്റ്സ് ചെയ്തു. അങ്ങനെ എർവിൻ എന്ന മാത്സ് പ്രൊഫസറുമായിട്ട് ബന്ധം പുലർത്തി, സ്ഥാപിച്ചു. എങ്ങനെ അവര് തമ്മിൽ സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഉണ്ടായി. അങ്ങനെ എസ്തർ ഗ്രീൻവുഡിന്റെ വെർജിനിറ്റി ലൂസ് ആവുന്നതായിട്ടാണ് നമുക്ക് ഈ കഥയിൽ കാണുന്നത്. പക്ഷെ പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എസ്തർ ഗ്രീൻവുഡിന് ഹെവി ബ്ലീഡിങ് വന്നതായിട്ടും ആളെ നേരെ ഹോസ്പിറ്റലിലേക്ക് റഷ് ചെയ്തതുമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഷീ ഈസ് അഡ്മിറ്റഡ് ദെയർ ആൻഡ് ദെൻ ഷീ ക്യാൻ സീ ദാറ്റ് ജോആൻ എന്ന ആ ഒരു പഴയ സുഹൃത്ത് ബെറ്റർ ആയിരുന്നെങ്കിൽ കൂടിയും ഷീ വാസ് ഗെറ്റിംഗ് ബെറ്റർ, ബട്ട് സ്റ്റിൽ ഷീ ക്യാൻ സീ ജോആൻ ഹാങ്ങിങ് ഹെർസെൽഫ്. ഷീ ഹങ് ഹെർസെൽഫ്. തൂങ്ങി മരിച്ചു. ജോആൻ തൂങ്ങി മരിച്ചതായിട്ടാണ് നമുക്ക് ഈ സീനിൽ കാണാൻ കഴിയുന്നത്. ദാറ്റ് വാസ് ഓൾസോ എ വെരി സാഡ് തിങ് that happened in her friendship. But later എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബഡി വില്യാർഡ്, her boyfriend, came and met her. മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബഡി വില്യാർഡും എസ്തർ ഗ്രീൻവുഡും തമ്മിൽ സംഭാഷണങ്ങൾ ഉണ്ടായി, കോൺവെർസേഷൻസ് ഉണ്ടായി. അതിൽ നിന്ന് ഇവർ രണ്ടുപേർക്കും മനസ്സിലായത് എന്താന്ന് വെച്ചാൽ, ഇവർ തമ്മിൽ സംസാരിച്ച് ഇടപഴകിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഇനിമേൽ ഈ റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. കാരണം അവർ തമ്മിൽ ചേരില്ല എന്ന് ഇവർ സംസാരിച്ച് മനസ്സിലാക്കി എടുക്കുന്ന ഒരു സീനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് എന്താണെന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് എസ്തർ ഗ്രീൻവുഡ് ഇറങ്ങുന്നു, പിന്നെ കോളേജിൽ പോകുന്നു. നോർമൽ ലൈഫ്, ബെറ്റർ ലൈഫ്. ഷീ ഈസ് കൈൻഡ് ഓഫ് ഗെറ്റിംഗ് ബെറ്റർ ഫ്രം ഡിപ്രഷൻ. സോ ഇതൊക്കെയാണ് കാണാൻ കഴിയുന്നത്. ബട്ട് കഥയുടെ അവസാനം, ഞാൻ പറഞ്ഞതുപോലെ കഥയുടെ അവസാനം ദ ബെൽ ജാർ എന്ന ടൈറ്റിലിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. നൗ വൈ ഇസ് ദിസ് ബുക്ക് നെയിംഡ് ആസ് ദ ബെൽ ജാർ? അത് എന്താന്ന് വെച്ചാൽ ബെൽ ജാർ എന്ന് പറയുന്നത് ഒരു സാധനത്തിന്, ഒരു റോസാപ്പൂവിനെ ബെൽ ജാർ വെച്ച് അടച്ച് ഇരിക്കുന്ന ഒരു എൻക്ലോസ്ഡ് സ്പേസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെ? ബേസിക്കലി ഇപ്പൊ ഈ ബെൽ ജാർ കാണുമ്പോൾ തന്നെ ഒരു ജാറിനകത്ത് ഇട്ടിരിക്കുന്ന ഒരു പൂവിനെ പറ്റിയാണ് കാണാൻ പറ്റുന്നത്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് she isolated herself from the society because of depression. ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ആളെ തന്നെ സൊസൈറ്റിയുമായിട്ട് ഇടപഴകാതിരിക്കാൻ വേണ്ടി ജാറിലിട്ട് ക്ലോസ് ചെയ്യുന്ന മാതിരി ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയും ഐസൊലേഷൻ ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഈ ബെൽ ജാർ. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാൽ എസ്തർ ഗ്രീൻവുഡ് പറയുന്നതായിട്ട്, നറേറ്റർ എസ്തർ ഗ്രീൻവുഡ് ആണ്. എസ്തർ ഗ്രീൻവുഡ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ആൾ ബെറ്റർ ആയെങ്കിൽ കൂടിയും ദ ബെൽ ജാർ ഓഫ് മാഡ്നസ് ക്യാൻ റിട്ടേൺ എനി ടൈം. ജീവിതത്തിൽ ഏത് ഘട്ടത്തിലാണെങ്കിലും ഈ ബെൽ ജാർ ഓഫ് മാഡ്നസ് തിരികെ വരാം. Bell jar of madness means she is enclosed. She has isolated herself in a state of madness where she is isolating herself from the society, family, friends, and just wants to end her life. That's the reason why this book is called as The Bell Jar. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് കാണാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അതുവരെ ശുഭദിനം.